വെൽക്കം ബാക്ക് ടു അനൂസ് മാജിക് പ്ലേറ്റ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. സാധാ ഉപ്പുമാവല്ല, ചിക്കൻ ഉപ്പുമാവ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണിത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുൻപായി ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എങ്കിൽ ഒട്ടും താമസിക്കേണ്ട, വീഡിയോ കാണാം. അപ്പോൾ ചിക്കൻ ഉപ്പുമാവ് ഉണ്ടാക്കുവാനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഏകദേശം 1 കപ്പ്, അതായത് മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് അളന്നെടുത്തതാണ്. നമ്മൾ ചിക്കൻ വാങ്ങിക്കുമ്പോൾ എല്ലില്ലാത്ത ടൈപ്പ് ചിക്കൻ നോക്കി മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയ രീതിയിൽ പീസാക്കുക, ചെറുതായിട്ട് നുറുക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1-2 പിഞ്ച് കുരുമുളക് പൊടി, വളരെ കുറച്ച് മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതും വളരെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ഫ്ലേവർ കിട്ടിയാൽ മാത്രം മതി. ഇനി നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുത്ത ചിക്കനാണ്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ ഞാൻ വേവിക്കാൻ വെച്ചു. 1-2 ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് വളരെ ചെറിയ തീയിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് വരുന്നതിന് മുമ്പായിട്ട് ബാക്കി ചേരുവകൾ നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന റവയാണ്, വറുത്ത റവയാണ് ഞാൻ മേടിച്ചിരുന്നത്. പക്ഷേ ഞാൻ ഒന്നും കൂടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പ് മെഷർമെൻറ്റ് കപ്പിൽ 1.5 കപ്പ് വരുന്ന കപ്പിലാണ് ഞാനിത് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് റവ, പിന്നെ ഒരു 5-6 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ വേണ്ടത് സവോള, ഒരു ചെറിയ സവോളയുടെ പകുതിയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ തക്കാളിയുടെ പകുതി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, കടുക്, വറ്റൽമുളക്, പിന്നെ കുറച്ച് ഉഴുന്നുപരിപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ എണ്ണ. ഇത്രയും മതിയാകും. എങ്കിൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുവാനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മറ്റേ അടുപ്പത്ത് ചിക്കൻ വേവിക്കാൻ വെച്ചതാണ്. നമുക്ക് നോക്കാം. വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ മൂടി വയ്ക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പിൻ്റെ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും ഇട്ട് കൊടുക്കാം. ഇനി 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഇതധികം മൂത്ത് പോകണ്ട. അതിനു മുമ്പ് തന്നെ നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഇതും ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഞാൻ ചിക്കൻ്റെ തീയൊക്കെ ഓഫ് ചെയ്തു കേട്ടോ. ചിക്കൻ നന്നായിട്ട് വെന്തായിരുന്നു. ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്കിന് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം.
സവോളയുടെ കളറെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് അരിഞ്ഞത് ചേർക്കാം. അതുപോലെ തന്നെ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസായിട്ട് ക്യാരറ്റ്, ബീൻസ്, തക്കാളി ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ബീൻസ് എൻ്റെ കയ്യിൽ ഇല്ലാതെ പോയി. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ക്യാരറ്റിൻ്റെ ഒക്കെ കളർ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാം. നമുക്ക് മൂടിയെടുത്ത് മാറ്റാം. ഇത് 1-2 മിനിറ്റ് മൂടി വെച്ചാൽ മതി. ആ ചിക്കനിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ചെറിയ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഒന്ന് ഉടഞ്ഞു കിട്ടിക്കോളും. വലിയ പീസൊക്കെ ഒന്ന് ചെറുതാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം വെള്ളത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് നമ്മൾ 1.5 കപ്പ് ഏകദേശം വരുന്ന കപ്പിലാണ് റവ അളന്ന് വെച്ചത്. മെഷർമെൻറ്റ് കപ്പിൽ 1.5 കപ്പ് അളന്നെടുത്തതാണ്. അതുപോലെയുള്ള കപ്പിൽ തന്നെ ഞാൻ വെള്ളം ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കപ്പ് നിറച്ച് വെള്ളം വേണ്ട, ഏകദേശം ഇത്രയും വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ കുറച്ച് മുമ്പ് ഉപ്പ് ചേർത്തായിരുന്നു. അതുപോലെ തന്നെ ചിക്കനിലും കുറച്ച് ഉപ്പുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഓക്കെ, ആവശ്യത്തിന് ഉപ്പുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ടൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ മാറ്റിവെച്ച റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്ക് ഇളക്കി ആ കട്ടയെല്ലാം മാറ്റിയെടുക്കണം. കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഉപ്പുമാവ് കട്ടയില്ലാതെ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് കട്ടയില്ലാതെ എടുക്കണമെങ്കിൽ 1 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. പിന്നെയും മൂട മാറ്റിയിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെയും മൂടി വെക്കുക. അങ്ങനെ 1-2 പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ കട്ടയെല്ലാം നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. അപ്പോൾ ചിക്കൻ ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട്. ഞാനിത് തീ ഓഫ് ചെയ്ത് കുറച്ച് സമയം മൂടി വെച്ചായിരുന്നു. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ എന്തേരെയാണോ റവ എടുത്തത് അതിൻ്റെ കുറച്ച് ഒരു 3-4 ടേബിൾ സ്പൂൺ കുറച്ച് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഇളക്കി വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങിക്കുമ്പോൾ ദശയുള്ള പീസ് ഒരു 3-4 പീസ് എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അങ്ങനെ ചിക്കൻ ഉപ്പുമാവിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി വേറൊരു പുതിയ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.